ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉബൈദിൻ്റെ ഒരു ഉബൈദ് ഇക്ക, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, ട്രോളിലെ രാജാവ്. സോ ആ ഉബൈദ് ഇക്കയുടെ ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ എന്തായാലും അഖിൽ മാരാറെ കുറിച്ചിട്ടുള്ള ഒരു ട്രോളാണ് ഗൈസ്. എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. സിനിമാ നടന്മാർ അഹങ്കാരികളാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഈ ബ്രോഡാഡി എന്ന് പറയുന്ന ഒരു സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് അഭിനയിച്ചതാണ്. എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ ഇതിനകത്ത് ലാലേട്ടന്റെയും മീനയുടെയും മകനായി അഭിനയിക്കുന്ന പൃഥ്വിരാജാണ്. എടോ, താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. അപ്പൊ ആ ഒരു കഥാപാത്രം ഒരു സംവിധായകൻ എന്നതിലെ വേണമെങ്കിൽ മറ്റേതെങ്കിലും യുവതാരത്തെ വെച്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം കുറച്ചും കൂടെ മനോഹരമാവുകയും കുറച്ചും കൂടെ അതിനെ ഒരു യുക്തിഭദ്രമായിട്ടുള്ള ഒരു ഫീല് വരികയും ചെയ്തേനെ. ഞാനാണ് ആ റോൾ അഭിനയിച്ചിരുന്നെങ്കിലോ? അതെ, അഖിൽ മാരാറിനെ വിളിച്ചിരുന്നെങ്കിലോ? യുക്തിപരമായി ചിന്തിക്കുക. എല്ലാ സിനിമകളിലും ഒരേപോലുള്ള ഭാവാഭിനയമാണ്, കൃത്രിമത്വം നിറഞ്ഞ അഭിനയങ്ങളും, നാടകം എന്ന് തോന്നിപ്പിക്കത്തക്ക സംഭാഷണ ഡെലിവറികളും ഒക്കെ തന്നെയാണ് പല അതിൻ്റെ അകത്ത്. അതാണ് അദ്ദേഹം നടൻ എന്ന രീതി ചെയ്തു വെച്ചിരിക്കുന്നത്. അതെ, എല്ലാം പൃഥ്വിരാജ് ചെയ്യുന്ന എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. സോ അഖിൽ മാരാറിനെ വിളിച്ചിരുന്നെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടിരിക്കേനെ. അഖിൽ മാരാറിനെ അറിഞ്ഞൂടാത്തതായിട്ടുള്ള എന്താണുള്ളത്? എല്ലാം അറിയാം. കലാപം അസൂയയ്ക്ക് മരുന്നില്ലടാ. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ മതി. ഈ ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടാൽ കോമാളിത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക കഥാപാത്രങ്ങളാണ്. ആരായി പറയുന്നേ കോമാളിത്തരം? ഒന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുക. എന്ത് കോമാളിത്തരം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. എന്തൊക്കെയായി പറയുന്നേ? അഭിനയം ഒരു കലയല്ലേ? അഭിനയം ഒരു കൊലയാണ്. ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല. ചുമ്മാതല്ല ഗതി പിടിക്കാത്തത്. ഇനി അവന്റെ വരവാണ്. സാക്ഷാൽ അഖിൽ മാരാർ, അഖിലിന്റെ കട്ടാത്തല. താങ്കളുടെ ചുറ്റിക്കളി തട്ടിക്കളി കണ്ടപ്പോ ഞാൻ വിളിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും അഖിൽ മാരാർ അഭിനയ സിംഗം എന്ന് പറയുന്നുണ്ട്. കണ്ടുനോക്കാം അഭിനയം. കിട്ടിയില്ല, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് വർക്ക് ചിറകൊടിഞ്ഞ കിന. ഈ പെണ്ണിനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? ഇവളാണോ അഖിൽ മാരാറിന്റെ എല്ലാ സിനിമയിലും ഉള്ളത്? കഴിഞ്ഞൊരു പടത്തിലും ഇവള് തന്നെയായിരുന്നു. ഒരു കോപ്പി തരാം. അയ്യേ, വേണ്ട. അയ്യേ, ഇതാരാ, ബോഡി ഗാർഡോ? ഇയാളോ? പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയ. എന്തോന്നാ വളി പോയി. എന്തേ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് വെച്ചിട്ടാണോ പൃഥ്വിരാജിനെ ഇരുന്നും കൊണ്ട് ഊക്കിയത്? പൃഥ്വിരാജ് എല്ലാ സിനിമയിലും ഒന്നുപോലെയാണ് ചെയ്യുന്നതെന്ന്. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ. ഒറ്റ വീക്ക് വെച്ച് എന്നാലുണ്ടല്ലോ. ഗാലറിയിൽ നിന്ന് വിസിലടിക്കുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ. അത് ശരിയാണ് ഗൈസ്, എന്നെയും കൂടെ ഉദ്ദേശിച്ചാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് കമന്റ് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഇറങ്ങി കളിച്ച് നോക്കണം. പാടാ ചാറിയ ഫൈറ്റ് എന്തൊക്കെയോ കാണിക്കും. നേരത്തെ പറഞ്ഞു ശ്രീത് പാലിയൊക്കെ ആയിട്ട്. പക്ഷെ എന്റെ മനങ്ങളുടെ ഉത്സവം. തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ. തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. ഇഡിയറ്റ്. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. അപ്പൊ എന്തായാലും ചെറിയൊരു ട്രോൾ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അഖിൽ മാരാർ എയറിൽ കയറാനുള്ളതെല്ലാം തന്നെ സ്വന്തമായിട്ടുണ്ടാക്കി വെക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. കോട്ടത്തല എന്ന് തോന്നുന്നു, കോട്ടത്തല തന്നെ. എന്തായാലും പൃഥ്വിരാജിനെ ഊക്കാനുള്ളതൊന്നും ആയിട്ടില്ല അഖിൽ മാരാർ. പൃഥ്വിരാജ് നല്ല രീതിക്ക് കുറേ പടങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് മുകൾ തട്ടിൽ. അഖിൽ മാരാർ 2-3 സിനിമ ചെയ്തെന്ന് തോന്നുന്നു. അഭിനയിച്ചു. അപ്പോഴത്തേക്കും
പൃഥ്വിനെ തന്നെ കയറി പിടിച്ചു ഊക്കാൻ. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഒരു ചെറിയൊരു ട്രോൾ വീഡിയോ റിയാക്ഷൻ ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ എന്തായാലും നല്ല നല്ല വീഡിയോസുമായി വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.